ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കോഴി കൂവുന്ന സൗണ്ട് കേൾക്കുന്നു. അജിമോൻ സ്കൂളിൽ പോയി. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച എൻ്റെ അപ്പച്ചിയുടെ കൊച്ചുമോൻ്റെ കല്യാണമായിരുന്നു, എറണാകുളത്ത് വെച്ചായിരുന്നു. അപ്പോൾ അജിമോൻ പോയി. പിന്നെ അത്രയും ദൂരം എനിക്ക് പോകാൻ വയ്യായിരുന്നു, കാരണം എൻ്റെ കാലൊക്കെ നിറച്ച് നീരായതുകൊണ്ട് അത്രയും ദൂരം ഇരുന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേന് കാലൊക്കെ അതിൻ്റെ ഒരിരട്ടി നീരും കൂടെ ആവും. എനിക്ക് അസുഖം ഇച്ചിരി കൂടുതലായിട്ടിരിക്കുകയുണ്ട്, അതുകൊണ്ട് ഞാൻ പോയില്ല. പിറ്റേ ദിവസമായിരുന്നു പോയത്. പിറ്റേ ദിവസം പിന്നെ ഞായറാഴ്ച പോയി. ഞായറാഴ്ച റിസപ്ഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയി. പിന്നെ അത് നമ്മുടെ അമ്മൂൻ്റെ വീടിൻ്റെ അടുത്തല്ല, കുറച്ചുകൂടെ പോകണം അമ്മൂൻ്റെ വീട്ടിലോട്ട്, വിഷ്ണുവിൻ്റെ വീട്ടിൽ പോവാൻ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയേ. പിന്നെ ഞാൻ ഇച്ചിരി താമസിച്ചായിരുന്നു പോയത്. ഞാൻ 6:30 കഴിഞ്ഞു, 7 മണിയോളം ആവാറായി അങ്ങ് ചെന്നപ്പോഴത്തേക്ക്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അവിടെ എങ്ങും പോകാൻ പറ്റിയില്ല. ഞാൻ ആകെ ഒരു പ്രാവശ്യമേ അമ്മൂൻ്റെ വീട്ടിൽ പോയിട്ടുള്ളൂ. അത് മാത്രമല്ല, അജുവിൻ്റെ ഫോൺ കേടായതുകൊണ്ട് അവരുടെ നമ്പർ എടുക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. നമ്പരില്ല എൻ്റെ ഫോണിനകത്ത്. നമ്പർ നേരത്തെ പോയ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്നു. എന്നിട്ട് ഞങ്ങളുടെ അപ്പച്ചിയുടെ വലിയപ്പച്ചിയുടെ മോളും പിന്നെ മരുമോനും പിന്നെ എൻ്റെ കൊച്ചപ്പച്ചിയുടെ മോനും മരുമോളും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ പിന്നെ ഇങ്ങോട്ട് പത്തനാപുരത്തോട്ട് പോരുമ്പം ഞങ്ങളെ നമ്മുടെ വീടിൻ്റെ അവിടെ ഹസൻകുട്ടിയണ്ണൻ്റെ അവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടാണ് പോയത്. ഞങ്ങളിങ്ങ് 11 മണിയായി രാത്രി വന്നപ്പോഴത്തേക്ക്. അപ്പം അവിടെ ഞങ്ങളെ വിട്ടിട്ട് പോയി. പിന്നെ അതുകൊണ്ട് ഞാൻ ഒത്തിരി രാത്രി സന്ധ്യയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും എല്ലാം കാണുകയും കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്യാം. അല്ലാത്തപ്പം ഇവിടെ കോഴിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പണിയായിരിക്കും. അതുകൊണ്ടായിരുന്നു പോവാൻ പിന്നെ കുറച്ച് ലേറ്റായത്. പിന്നെ അങ്ങനെ പിന്നെ അവിടെ ചെന്നു എല്ലാവരെയൊക്കെ കണ്ടു. പിന്നെ കുറേ നേരം എല്ലാം അവിടെ ഇരുന്നിട്ടൊക്കെ ഞങ്ങൾ പോന്നു. പിന്നെ അജു ഒത്തിരി താമസിച്ചായിരുന്നു വന്നത്, ഒത്തിരിയും കൂടെ കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത്. പിന്നെ അജുവിന് മൊബൈൽ ഫോൺ മേടിച്ച കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. വെള്ളിയാഴ്ച ദിവസം അജുവിന് ഫോണ് മേടിച്ചു കൊടുത്തു. അതിന് മുമ്പ് അജുവിൻ്റെ ഫോണ് ഒന്നും ചെയ്യാനൊക്കാതിരുന്നു. അത് ജിയോയുടെ കാർഡായിരുന്നു, അതുകൊണ്ട് അത് ചെറിയ ഫോണിലൊന്നും ആ ജിയോയുടെ സിം ഇടാനൊക്കത്തില്ല. പിന്നെ അന്നേരത്തേക്ക് തൽക്കാലത്തേക്ക് പിന്നെ അജുമോൻ എങ്ങോട്ടേലും പോകുമ്പം ഇതാക്കാനായിട്ട് ഇവിടെ ചെറിയ ഫോൺ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഫോൺ അജുവിനെടുത്ത് കൊടുത്തിട്ട് അതിനകത്തൊരു വോഡഫോണിൻ്റെ കാർഡൊക്കെ മേടിച്ചിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ നമ്മളെ കൂടെ എല്ലാം ഷൈനിച്ചായൻ്റെ കടയിൽ നിന്നായിരുന്നു മൊബൈൽ ഫോൺ മേടിച്ചത്. അപ്പോൾ അവിടെ പിന്നെ പോയിട്ട് ഞങ്ങൾ സിം കാർഡ് എടുത്തപ്പോൾ ഞങ്ങൾ ഫോണിൻ്റെ വിലയെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് ഹരിയേട്ടനെ വിളിച്ചു. അപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു അവനിഷ്ടമുള്ള ഒരു ഫോൺ മേടിച്ചോളാൻ പറഞ്ഞു. കാരണം വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് അവന് ഫോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് അവന് ഫോൺ ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ട് അവനെപ്പോഴും ഒരു പാട്ടൊക്കെ കേട്ടുകൊണ്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ചില സമയം വെട്ടുമ്പോഴാണെങ്കിലും ഒക്കെ അവൻ പോക്കറ്റിനകത്ത് പാട്ട് ഓണാക്കി ഇങ്ങനെ ഇട്ടിട്ട് ആ പാട്ടും കേട്ടുകൊണ്ട് നടന്ന് അവനങ്ങ് ജോലി ചെയ്യും. അങ്ങനെയൊക്കെയാണ് അവൻ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴെല്ലാം. ഉറങ്ങാൻ കിടക്കുമ്പോഴും പിന്നെ ഒന്നി മറിമായവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാട്ടുകൾ, നല്ല രസമുള്ള പാട്ടുകളൊക്കെ വെച്ചിട്ട് അജിമോൻ കിടന്നുറങ്ങും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവന് അതിൽ കൂടെ ഓരോരുത്തർക്കും ഓരോരോ സന്തോഷങ്ങളാണ്. അവനൊരു സന്തോഷമൊക്കെയുണ്ട്. അപ്പോൾ അത് ഒന്നും ഒക്കാതെ വന്നപ്പോഴത്തേക്ക് അവനൊരു നല്ല വിഷമമുണ്ടെന്ന് നമുക്കറിയാം. നമ്മളോടൊന്നും പറയുന്നില്ല, എനിക്ക് ഫോൺ മേടിച്ചതാണെന്നൊന്നും പറയത്തില്ല. അച്ഛനോട് പറയാമെന്ന് പറഞ്ഞപ്പം വേണ്ട അമ്മച്ചി, അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, അച്ഛന് എല്ലാ പ്രയാസവും കൂടെ അച്ഛന് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടായിരുന്നു ഞാൻ ഹരിയേട്ടനോട് അങ്ങനെ ഒന്നും പറയാതിരുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ചെന്ന് ഷൈനിച്ചായൻ്റെ കടയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് അജുവിൻ്റെ കണ്ണൊക്കെ അങ്ങ് വല്ലാത്ത ഒരു ഇത് കാണുമ്പോൾ അറിയാം. കരയും ഒന്നും ചെയ്യത്തില്ലെങ്കിലും ആ കരയുന്നതിലും ബുദ്ധിമുട്ടാണ് നമുക്കത് കാണുന്നത്. ആ ഒരു മുഖത്തെ അല്ലാതെ അജു അങ്ങ് ചിരിച്ചും എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചുമൊക്കെ നടക്കുന്ന അജു പെട്ടെന്ന് അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രയാസം. കാരണം നമ്മളോട് അവന് ഒറ്റ സാധനം വേണമെന്ന് ആവശ്യപ്പെടാറില്ല. അത് വേണം ഇത് വേണം. പിറന്നാളായിട്ട് പുത്തൻ ഡ്രസ്സൊന്നും വേണമെന്ന് പറഞ്ഞില്ല. പിറന്നാളിന് ഹരിയേട്ടൻ ഞാൻ ചെന്നപ്പോൾ എൻ്റെ കയ്യിൽ തന്നു വിട്ട ഒരു ഷർട്ട്, അതാ അവനിട്ടത്. അത് അതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇടുകയും ചെയ്തിട്ടുള്ളത്. അതൊന്നും കുഴപ്പമില്ല, എന്തിനാ അമ്മച്ചി എന്നാ ചോദിച്ചു. ഈ പ്രാവശ്യം കേക്ക് പോലും വേണ്ടാന്ന്
പറഞ്ഞ അജു എനിക്ക് എന്നിട്ട് രാത്രിയായപ്പോഴായിരുന്നു പോയിട്ട് കേക്ക് 9:30 കഴിഞ്ഞപ്പോഴായിരുന്നു മേളി ഹസൻകുട്ടിയണ്ണൻ്റെ അവിടെ അവിടുത്തെ നമ്മുടെ കുട്ടും പിന്നെ നമ്മുടെ ഹുസൈനണ്ണൻ്റെ ഷിബിയക്കയുടെ കുട്ടുമോനും പിന്നെ അജുമോനും കൂടെ പോയിട്ട് പിന്നെ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വരികയൊക്കെ ചെയ്തത്. പിന്നെ അങ്ങനെയൊക്കെയാണ്. വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു മേടിക്കാൻ പറഞ്ഞു. കുട്ടു പറഞ്ഞു എന്തുവാടാ കേക്ക് മേടിക്കുക ജുന്തു നീ വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധപരമായിട്ട് പോയിട്ട് കേക്ക് മേടിക്കുമായിരുന്നു ചെയ്തതൊക്കെ. അങ്ങനെയൊക്കെയാണ് അജു. അവന് ഇഷ്ടമുള്ള വേറെ അവൻ്റെ ചില ആഗ്രഹങ്ങളുണ്ട്. അത് അവൻ എത്ര പ്രയാസപ്പെട്ടു അവനത് സാധിച്ചെടുക്കും. അവൻ്റേതായിട്ടുള്ള അവനിഷ്ടമുള്ള ചില ആവശ്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊന്നും അവന് അത്ര വലിയ കാര്യമല്ലായിരുന്നു. പക്ഷെ അങ്ങനെ മൊബൈൽ ഫോണ് അതിൻ്റെ കാര്യം അപ്പോൾ ഹരിയേട്ടന് ഇഷ്ടമുള്ള ഫോൺ ഏതാണെന്ന് വെച്ചാൽ മോൻ മേടിച്ചോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവൻ റെഡ്മിയുടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഫോണും റെഡ്മിയുടെ ഫോണാണ്. അതുപോലത്തെ റെഡ്മിയുടെ ഒരു ഫോണ് പിന്നെ അജുവിന് പിന്നെ അവിടെ എല്ലാം നോക്കി വെച്ചു. വിലയൊക്കെ പറഞ്ഞ് അത് പിന്നെ വേറെ പുതിയ ഫോൺ ഇറങ്ങുന്നത് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതും കൂടെ വരട്ടെന്ന് ഷൈനിച്ചായൻ പറഞ്ഞു. അപ്പോൾ അതിനേക്കാളും ഒക്കെ ഇച്ചിരി വില കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതല്ല മേടിച്ചത്, മറ്റേ വേറൊരു ഫോണ് മേടിച്ച് അതിന് പിന്നെ ഹരിയേട്ടൻ പറഞ്ഞു പിന്നെ കുറച്ച് ദിവസത്തെ 10 ദിവസത്തെ ചോദിച്ചിട്ടായിരുന്നു മേടിച്ചത്. അത് നമ്മൾ അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഫോണ് വെള്ളിയാഴ്ച ദിവസമായപ്പോൾ ഷൈൻചായൻ അജുവിൻ്റെ കൊടുത്തു വിട്ടു. അത് കൊണ്ടുവന്നെല്ലാം ഇതാക്കി. പിന്നെ അന്നേരം അജുവിന് ഒരു സമാധാനവും സന്തോഷമൊക്കെ അന്നേരം അവനുണ്ട്. പിന്നെ അപ്പം പിന്നെ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൈസ നമ്മൾ കൊടുത്ത് തീർക്കണം. അജു പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും ഞാനും കൂടെ അത് അടച്ചു തീർത്തോളാം അമ്മച്ചി, അച്ഛനെ എല്ലാം കൂടെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടു ചിലവിനുള്ള പൈസ, പിന്നെ അതുപോലെ എല്ലാ സാധനത്തിനും നിങ്ങൾക്കറിയാം തീ പിടിച്ച വില. നമ്മൾ എന്തെങ്കിലും മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അജുമോൻ പപ്പടം കൊണ്ടുപോകുന്നതുകൊണ്ട് അവനാണെങ്കിൽ മീനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അജുവിന് മേടിച്ചുകൊണ്ട് വരും. ബാക്കി സാധനങ്ങൾ കോഴിത്തീറ്റ, കോഴി എന്ന് പറഞ്ഞാൽ കോഴികൾ ഇഷ്ടംപോലെ ഉണ്ട്. കോഴികളെല്ലാം ഒന്നും മുട്ടയിടുകയൊന്നും ചെയ്യത്തില്ല. ചിലതൊന്നും മുട്ടയിടത്തില്ല, ചിലതൊക്കെ മുട്ടയിടും. പിന്നെ ചിലപ്പം പിന്നെ 60 എണ്ണം ഉണ്ടെങ്കിൽ 60 മുട്ടയിടണമെന്നില്ല. പിന്നെ അന്നേരം ചിലപ്പം 30 എണ്ണമായിരിക്കും ഇടുന്നത്, ചിലപ്പം 40 എണ്ണവും ഇടും, ചിലപ്പം 20 എണ്ണമേ ഇടത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ്. സ്ഥിരമായിട്ട് ഒരേ ലെവലിനൊന്നും മുട്ട കിട്ടത്തില്ല. പക്ഷെ തീറ്റി ഒരേ ലെവലൊന്നുമല്ല അവർ തിന്നുന്നത്. 24 മണിക്കൂറും കൊടുത്താലും ഇട്ട് കൊടുക്കുന്ന തീറ്റി മൊത്തവും തിന്നും. നമ്മളെയും കൂടെ വേണം അവർ തിന്നോളും. നമ്മുടെ കാലും കൈയും എല്ലാം അവർ കൊത്തിപ്പറിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് കോഴികൾ. അപ്പം അത് നമ്മൾ മിക്കവാറും എല്ലാം കയ്യിൽ നിന്ന് പൈസ വരുന്ന അവസ്ഥയാണ് നമുക്ക് കോഴിത്തീറ്റിക്കല്ല ഉള്ളത്. നമ്മൾ കയ്യിൽ നിന്ന് പൈസ, അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് നടക്കാതെ വരും. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്താൽ എന്തെങ്കിലും കിട്ടുമോയെന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടായികയൊന്നുമില്ല, കിട്ടും എന്ന് പറഞ്ഞ് ഒരുപാട് കിട്ടുമോയെന്ന് ചോദിച്ചാൽ ഇല്ല. സാധനത്തിനൊക്കെ ഭയങ്കര വിലയാണ്. വെളിച്ചെണ്ണ, എണ്ണ, പിന്നെ നെയ്യ്, ഈ സാധനങ്ങളെല്ലാം ഇതിനകത്ത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് പിന്നെ ശർക്കര, ഏലയ്ക്ക, പിന്നെ ജീരകം, ഈ സാധനങ്ങളെല്ലാം ചേർന്ന് വരുമ്പോഴത്തേന് അരി, പഴം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേന് ഭയങ്കര ഒരു പൈസയാവും, നല്ലൊരു പൈസയാവും, ഇച്ചിരിയും പൈസ. അത് അജിമോൻ ഈ പപ്പടം കൊണ്ടുവന്നത് കൊണ്ടാണ് കേട്ടോ കുഞ്ഞ് കൊണ്ടുവന്ന് കൊടുക്കാൻ ഒക്കുന്നത്. അത് എന്നും ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നില്ല. പിന്നെ വെള്ളിയാഴ്ചയാണെന്നോ ശനിയാഴ്ചയാണെന്നോ മുതൽ ഉണ്ടാക്കുന്നില്ല, പിന്നെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അജു എനിക്ക് സാധനം മേടിച്ചുകൊണ്ട് തന്നതുമില്ല. അങ്ങനെയൊക്കെ പിന്നെ ഈ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ പിന്നെ എൻ്റെ അപ്പച്ചിയുടെ കൊച്ചുമോൻ്റെ കല്യാണത്തിന് പോയപ്പം ഞങ്ങളുടെ സജിതേക്കയുടെ മോൻ്റെ കല്യാണം കോന്നിയിലാണ് കേട്ടോ. റിസപ്ഷന് പോയപ്പോഴത്തേക്ക് നമ്മുടെ അമ്മൂൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നത്. വിഷ്ണുവിൻ്റെ വീടിൻ്റെ അടുത്ത, അവരുടെ വീട് അടുത്തല്ല, കുറച്ചുകൂടെ പോകണം. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നു. പിന്നെ അപ്പം ഇവരെ നമ്പർ ഞാൻ പറഞ്ഞില്ല, അജുവിൻ്റെ ഫോണിനകത്തും നോക്കിയിട്ടൊന്നും അത് പിന്നെ എല്ലാം ഫോണിനകത്താണ് നമ്പരെല്ലാം കിടക്കുന്നത്, എല്ലാം സേവ് ആക്കി ഇട്ടേക്കുന്നത്.
ഈ പിന്നെ സിം കാർഡിനകത്ത് കുറച്ചേ ഉള്ളൂ. അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴോ എങ്ങനെയോ വിഷ്ണുവിൻ്റെ നമ്പർ മാത്രം കിട്ടി. പിന്നെ അപ്പോൾ അതിലോട്ട് ഞാൻ ഇന്നലെ രാത്രി ഞാൻ വിളിച്ചായിരുന്നു. പക്ഷെ അവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അവിടെ പോകാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കാലെല്ലാം നിറച്ച് നീര്. പിന്നെ നമുക്ക് വണ്ടിയൊന്നുമില്ല. ഞാൻ ഒരു പ്രാവശ്യമേ അവർ വീട്ടിൽ പോയിട്ടുള്ളൂ. എനിക്ക് അതുകൊണ്ട് അറിയത്തില്ല, സത്യം പറഞ്ഞാൽ അവരുടെ വീട്ടിലോട്ട് പോകാൻ അറിയത്തില്ല. പിന്നെ അങ്ങനെ അവരുടെ ആ നമ്പരൊക്കെ പിന്നെ ഒരു വിഷ്ണുവിൻ്റെ നമ്പർ കിട്ടിയപ്പോഴത്തേക്ക് അതിലോട്ട് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് വിഷ്ണു അവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കുഞ്ഞൊക്കെ വളർന്നു വരുമല്ലയോ, ഇപ്പം അവരുടെ പിന്നെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണും. അവരുടെ ഇതെല്ലാം അവർ പ്രൈവറ്റ് ആക്കിയൊക്കെ വെച്ചേക്കുക. ഒരു കുഞ്ഞ് വളരാനും കുഞ്ഞ് കുറച്ചുകൂടെയൊക്കെ വളരട്ടെ, അത് കഴിഞ്ഞിട്ടൊക്കെ അവർ പിന്നെ പതുക്കെ യൂട്യൂബ് ചാനലൊക്കെ വീണ്ടും റീഓപ്പൺ ചെയ്യും. പിന്നെ അവരെല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു. അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ പറയുന്ന പോലെയല്ല, ഇപ്പം എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ വീഡിയോ എടുക്കാൻ വേറൊരാൾക്ക് പറ്റത്തില്ല. ഞാൻ പിന്നെ എൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഒരാൾ വരിക, എൻ്റെ വീഡിയോ എടുക്കാനൊക്കത്തില്ല, എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആയിരിക്കും അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് എല്ലാം അത് പ്രൈവറ്റ് ആക്കി വെച്ചേക്കുന്ന സ്ഥിതിക്ക് ഞാൻ ചെന്നിട്ട് അവർ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ചെന്നാൽ അവർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ എടുക്കാൻ അവരുടേത് എല്ലാം ഒരിതാക്കി ഇട്ടേക്കുമ്പോൾ ഞാൻ ചെന്ന് പറയുക എനിക്ക് നിങ്ങളുടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പം പ്രാവർത്തികമായിട്ട് വരത്തില്ല. പിന്നെ ഞാൻ അതേക്കുറിച്ചൊന്നും വിഷ്ണുവിനോട് ഞങ്ങൾ വന്നൊരു വീഡിയോ എടുക്കട്ടെ എന്നോ ഒന്നും ചോദിച്ചില്ല. അവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. എല്ലാവരും വിഷ്ണു ജോലിക്ക് പോകുന്നുണ്ട്, അമ്മും കുഞ്ഞും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അമ്മുവിനോട് സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എന്നോട് വിഷ്ണു പറഞ്ഞു, ആൻറ്റി ഞാൻ ജോലിക്ക് പോയിട്ട്, ആൻറ്റി എന്നല്ല അമ്മയെന്നാണ് വിളിക്കുന്നത്, ഞാൻ ജോലിക്ക് പോയിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയതേ ഉള്ളൂ, എനിക്ക് കുളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യണം. കുറച്ച് നേരം സംസാരിച്ചു. പറഞ്ഞ് അവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അമ്മയും അച്ഛനും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ അപ്പം അവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള വിവരം അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വയ്യ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്കും നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. അജുവിന് മൊബൈൽ ഫോണും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അജു അച്ഛനും കൂടെ ഫോണിൻ്റെ ഇതൊക്കെ അടച്ചു തീർക്കുമെന്നൊക്കെ അജു പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഹരിയേട്ടൻ അടച്ചോളാമെന്ന് ഹരിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.